ഹായ് ഗൈസ്, ഐഫോൺ 16 Pro Max, സാംസങ് S25 Ultra ഇതിൽ ഏതെടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വയ്ക്കാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഡിസൈനിങ് കളറുകളുടെ ഭാഗത്താണ് പോകുന്നത്. ഐഫോൺ 16 Pro Maxൽ ബ്ലാക്ക് ടൈറ്റാനിയം, ഡെസേർട്ട് ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ ടൈറ്റാനിയമാണ് വരുന്നത്. ഈ ഫോണിൽ ക്യാമറ കൺട്രോൾ ബട്ടണും വരുന്നുണ്ട്. S25 Ultra'യ്ക്ക് നോക്കുകയാണെങ്കിൽ ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം സിൽവർ ബ്ലൂ, ടൈറ്റാനിയം വൈറ്റ് സിൽവർ എന്ന കളർ ഓപ്ഷൻസാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ ടൈറ്റാനിയമാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോണിൽ 6.9 ഇഞ്ച് വരുന്ന സൂപ്പർ റെറ്റിന HDR OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് ഐലൻഡും ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ സപ്പോർട്ടും 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി S25 Ultra'യിലേക്ക് നോക്കുകയാണെങ്കിൽ 6.9 ഇഞ്ച് വരുന്ന Quad HD+ ഡൈനാമിക് AMOLED 2Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 2600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ OS ആൻഡ് പ്രൊസസ്സറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോണിൽ iOS 18 ആണ് വരുന്നത്. ആപ്പിളിൻ്റെ A18 Pro ചിപ്സെറ്റാണ് വരുന്നത്. അതുകൊണ്ട് 17 ലക്ഷത്തിലധികം ആൻറ്റിറ്റി സ്കോർ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതാണ്. ഇനി S25 Ultra'യ്ക്ക് പോവുകയാണെങ്കിൽ MIUI 7 ആണ് ഇതിൽ വരുന്നത്. Android 15 വരുന്നുണ്ട്. ഇതിൽ ദ മോസ്റ്റ് പവർഫുൾ Qualcomm Snapdragon 8 for Galaxy എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അതുകൊണ്ട് 30 മില്യൺ പ്ലസ് ആൻറ്റിറ്റി സ്കോർ നമുക്കിതിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോണിൽ 48+48+12 എന്ന ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറയും 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ 2H ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഫ്രണ്ടിലും ബാക്കിലും 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 25Hz ആണ് ഡിജിറ്റൽസും വരുന്നത്. നമുക്ക് S25 Ultra'യിലേക്ക് പോവുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ 5H and 10H ഒപ്റ്റിക്കൽ സൂം വരുന്ന ക്യാമറയും 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. ഇതിലും ഫ്രണ്ടിലും ബാക്കിലും 8K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 100Hz ആണ് ഇതിൻ്റെ ഡിജിറ്റൽ സൂം. ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോണിൽ 4685 mAh ബാറ്ററിയോടൊപ്പം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ചാർജർ ബോക്സിലില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 227 ഗ്രാം വെയിറ്റും 8.25 മില്ലിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇനി S25 Ultra'യ്ക്ക് പോവുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയോടൊപ്പം 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇത് വരുന്നത്. ചാർജർ നമുക്ക് വേറെ വാങ്ങിക്കേണ്ടതാണ്. 218 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8.2 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,37,900 രൂപയാണ്. ഇനി S25 Ultra'യുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,29,999 രൂപയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.